Good morning. Network issue are not toxic. Type of it. It's directly from next one. Okay. നമ്മള് ആർട്ടിസ്റ്റ് ക്വാളിറ്റി കുറിച്ച് പറഞ്ഞല്ലേ, ക്രാഫ്റ്റ്മാൻഷിപ്പ്, അതുപോലെ തന്നെ ഫാക്ടറി സിസ്റ്റം, ടൈലർ സിസ്റ്റം വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയതല്ലേ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വാൾട്ടർ സ്റ്റുവർട്ട്. ഓക്കെ, അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? എ statistician for Bell Laboratories started to focus on controlling the process in the mid-1920s. He ensured quality was significant for both the finished product and the method used to create it. ഇദ്ദേഹം എന്താണ് ക്വാളിറ്റിനെ കുറിച്ച് പറയുന്നത്? ഇദ്ദേഹം പറയുന്നത് എന്താണ്, ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആണ് ഇദ്ദേഹം. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് 1920-കളുടെ കാലഘട്ടത്തിലെ മധ്യത്തിലാണ് ക്വാളിറ്റി കൺട്രോളിനെ കുറിച്ച് അതിന്റെ പ്രാധാന്യം, ക്വാളിറ്റി കൺട്രോളിന്റെ പ്രാധാന്യത്തെ പറ്റി ഇദ്ദേഹം പറയുന്നത് 1920-കളുടെ മധ്യത്തിൽ. പിന്നെ ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഫിനിഷ്ഡ് ഉൽപ്പന്നങ്ങളുടെയും അതിന്റെ ക്വാളിറ്റി, ഫിനിഷ്ഡ് പൂർത്തിയാക്കിയ ഫിനിഷ്ഡ് പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റിയും അത് സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന, അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന രീതികൾക്കും അതിന്റെ ഗുണനിലവാരവും ഉറപ്പുവരുത്തുക. മനസ്സിലായോ? അദ്ദേഹം പറയുന്നത് എന്താണ്? ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ അത് ഫിനിഷ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അത് ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള രീതികളുടെയും ഗുണനിലവാരവും ഉറപ്പുവരുത്തണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം അപ്പോ ക്വാളിറ്റി കൺട്രോളിനെ കുറിച്ച് ഏത് കാലഘട്ടത്താണ് പറയുന്നത്? 1920-കളുടെ മധ്യത്തിലാണ് പറയുന്നത്. അതിനെ കുറിച്ച് ഊന്നി പറയുന്നത് 1920-കളുടെ കാലഘട്ടത്താണ്. അതുപോലെ തന്നെ ഇദ്ദേഹം എന്താണ് പറയുന്നത്? ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് അല്ലെ. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ. പേജ് നമ്പർ ഇതിൽ കൊടുത്തിട്ടില്ല, പേജ് നമ്പർ 60. അപ്പൊ ഇദ്ദേഹം വാൾട്ടർ സ്റ്റുവർട്ട് എന്താ പറയുന്നത്? സ്റ്റുവർട്ട് പറയുന്നത് എന്താണ്? 1920-കളുടെ മധ്യത്തിലാണ് ക്വാളിറ്റിയെ കുറിച്ച്, ക്വാളിറ്റി കൺട്രോളിനെ കുറിച്ച് കൂടി പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ അത് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതികളുടെയും ഗുണനിലവാരമാണ് അദ്ദേഹം പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്? എഡ്വാർഡ് ഡെമിൻ എന്താണ് പറയുന്നത്? ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ്. എക്സ്പാൻഡ് ഫോം ചോദിക്കാം കേട്ടോ. ടിക്യുമെന്റ് എക്സ്പാൻഡ് ഫോം ചോദിക്കാം, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ടിക്യുമെന്റ് എക്സ്പാൻഡ് ഫോം ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഓക്കെ, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് TQM. ഇനി കൺസെപ്റ്റ് ഓഫ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് which was implemented in the ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയില് നടപ്പിലാക്കിയിട്ടുള്ള, ഇംപ്ലിമെന്റ് ചെയ്ത ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? എഡ്വേർഡ് ഡെമിൻ ആണ്. അണ്ടർലൈൻ ചെയ്യാട്ടോ. അപ്പോ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയില് ഇംപ്ലിമെന്റ് ചെയ്ത ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എഡ്വേർഡ് ഡെമിൻ ആണ്. ഇനി നെക്സ്റ്റ് ആണ് ഡോക്ടർ എവിസ് ഡോണാബിഡിയൻ. അപ്പോ അദ്ദേഹം പറയുന്നത് എന്താണ്? presented the three measures called, ഏതൊക്കെയാണ് ത്രീ മെഷേഴ്സ് ആയിട്ട് വരുന്നത്? സ്ട്രക്ചർ,
process, and outcomes, which emphasize the value of looking at the three measures while monitoring and assessing. ഇവിടെ പറയുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ്, ഹെൽത്ത് കെയർ ക്വാളിറ്റിയെ പറ്റിയിട്ട് 3 മെഷേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഹെൽത്ത് കെയർ ക്വാളിറ്റിയിൽ 3 മെഷേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? സ്ട്രക്ചർ ഉണ്ട്, പ്രോസസ് ഉണ്ട്, ഔട്ട്കംസ് ഉണ്ട്. ഇനി സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉദ്ദേശിക്കുന്നത് റിസോഴ്സസ് ആണ്. മനസ്സിലായോ? സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് റിസോഴ്സസ് ആണ്. ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രത്തോളം റിസോഴ്സസ് വേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ആ റിസോഴ്സസിനെയാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തെ മെഷർ ആണ് പ്രോസസ്സേഴ്സ്. പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോസസ്സസ് എന്ന് പറഞ്ഞാല് എങ്ങനെയാണ് ആ പരിചരണം ആളുകളിലേക്ക്, ക്വാളിറ്റി കെയർ ആളുകളിലേക്ക് എങ്ങനെ വിതരണം ചെയ്യുന്നത്, എങ്ങനെയാണ് ആ പരിചരണം ആളുകളിലേക്ക് വിതരണം ചെയ്യുന്നത്, അതാണ് അതിന്റെ പ്രോസസ്. ഓക്കെ, എങ്ങനെയാണ് ആ കെയർ അല്ലെങ്കിൽ ആ പരിചരണം ആളുകളിലേക്ക് നമ്മൾ വിതരണം ചെയ്തിരിക്കുന്നത്, അതാണ് അവിടെ പ്രോസസ് ആയിട്ട് മെയിൻ ചെയ്യുന്നത്. ഇനി എന്താണ് ഔട്ട്കം എന്ന് പറഞ്ഞാല് കൊടുക്കുന്ന കെയർ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്, അതാണ് അതിന്റെ ഔട്ട്കം അല്ലെ. നമ്മളിപ്പോ ഒരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാല് അത് മാറി അത് നല്ല രീതിയിൽ ഫലവത്തായി ആ പേഷ്യൻസിൽ അത് ഏറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ്, നമുക്കൊരു സക്സസിലേക്ക് നമ്മൾ നയിക്കും അല്ലെ. അതാണ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഔട്ട്കം എന്ന് പറയുന്നത് എന്താണ്, കൊടുക്കുന്ന കെയറിന് കിട്ടുന്ന റിസൾട്ട് ആണ് ഔട്ട്കം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. എന്താണ്? 3 മെഷേഴ്സിന്റെ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. സ്ട്രക്ചർ, പ്രോസസ്, അതുപോലെ തന്നെ ഔട്ട്കം. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സസുകൾ, ഉറവിടങ്ങള്, അതിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അതുപോലെ തന്നെ പ്രോസസ്. പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് ആ കെയർ നമ്മൾ കൊടുക്കുന്നത്, ആളുകളിലേക്ക് എത്തിക്കുന്നത്, വിതരണം ചെയ്യുന്നത്. അതുപോലെ അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന കെയറിന് കിട്ടുന്ന റിസൾട്ട്, അതിനെയാണ് അവിടെ ഔട്ട്കം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ്? ദ ബർത്ത് ഓഫ് എ മോഡേൺ കൺസെപ്റ്റ് ഓഫ് ക്വാളിറ്റി management in healthcare took place in 1918 when the American College of Surgeons began the hospital standardization program, giving a criteria and standard for accreditation of the hospital. ഇവിടെ പറയുന്നത് എന്താണ്, അപ്പോ എന്താണ്, മോഡേൺ ഹെൽത്ത് കെയർ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ തുടക്കം എന്ന് പറയുന്നത് 1918 കൂടിയിട്ടാണ്. ഓക്കെ, മോഡേൺ ഹെൽത്ത് കെയർ, മോഡേൺ ക്വാളിറ്റി മാനേജ്മെന്റ്, ഹെൽത്ത് കെയർ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ബർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, തുടക്കം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മോഡേൺ ഹെൽത്ത് കെയർ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ തുടക്കം എന്ന് പറയുന്നത് 1918 കൂടിയിട്ടാണ്. ഓക്കെ, ഇനി അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് ആണ് അക്രഡിറ്റേഷനും വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ് പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് ആണ് എന്ത്, ഹോസ്പിറ്റലിന് അല്ലെ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ് പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നിലവാരം പുലർത്തി കഴിഞ്ഞാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, അക്രഡിറ്റേഷൻ ലഭിക്കുകയുള്ളൂ അല്ലെ ഓരോ ഹോസ്പിറ്റലിനും. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകള് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആരാണ്, അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് ആണ്. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്, ദ ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽ, JCAH. അണ്ടർലൈൻ ചെയ്യാട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, എക്സ്പാൻഡ് ഫോം ചോദിക്കാം. Joint Commission on Accreditation of Hospital, JCAH, was started in 1952. Underline ചെയ്തേ, എന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, 1952ലാണ്. അതുപോലെ അമേരിക്കൻ കോളേജ് സർജൻസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 1980. ഓക്കെ,
അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അപ്പോ എന്താണ് JCAH was started in 1952, which published the first accreditation standards and was made mandatory for all hospitals to obtain the JCAH accreditation standards. ഇവിടെ പറയുന്നത് ഈ JCAH വന്നിരിക്കുന്നത് 1952-ലാണ്. ഇവരാണ് ആദ്യമായിട്ട് അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്സുകൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്സുകൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ആരാണ്? ജോയിന്റ് കമ്മീഷൻ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ആണ്. ഓക്കെ, അത് വന്നിരിക്കുന്നത് 1952-ലാണ്. ഇനി എന്താണ് പറയുന്നത്? ഓക്കെ, അതുപോലെ തന്നെ ഇവര് മുന്നോട്ട് വെച്ച എല്ലാ സ്റ്റാൻഡേർഡ്സുകളും നിർബന്ധമാക്കിയിട്ടുണ്ട്. ഓക്കെ, അത് അപ്പോ എന്താണ് ഇവിടെ പറഞ്ഞത്? 1952-ലാണ് ജോയിന്റ് കമ്മീഷൻ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് വന്നത്. അവരാണ് എന്ത് ആദ്യമായിട്ട് അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്സുകൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ മുന്നോട്ട് വെച്ച എല്ലാ സ്റ്റാൻഡേർഡ്സുകളും നിർബന്ധമാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി എന്താണ്? ഇൻ 1947 the ISO was started with the objective of facilitating international coordinating and unification of industrial standards. ഇവിടെ പറയുന്നത് എന്താണ്? ISO സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 1947-ലാണ്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ആഗോളതലത്തില് ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്സുകൾ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് ലക്ഷ്യമിട്ടുകൊണ്ട് 1947 സ്ഥാപിതമായിട്ടുള്ളതാണ് എന്ത്? ISO എന്ന് പറയുന്നത്. ISO എന്താണ്? ആഗോളതലത്തില് ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്സുകൾ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അങ്ങനെയുള്ള ലക്ഷ്യമായിട്ടാണ് ISO സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, വന്നിരിക്കുന്നത്. ഓക്കെ, 1947-ലാണ്. ഓക്കെ, അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. ഇനി നോക്കാം. ക്വാളിറ്റി ഈസ് നോട്ട് എ നമ്പർ ബട്ട് ഈസ് ആൻ ഫങ്ഷൻ ഓഫ് പോസിറ്റീവ് പെർസെപ്ഷൻ. എന്താണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒരു നമ്പർ അല്ല അല്ലെ, പിന്നെന്താണ്? ഒരു പോസിറ്റീവ് പെർസെപ്ഷൻ ആണ് അല്ലെ. ഹെൽത്ത് കെയർ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഡെവലപ്മെന്റ്സ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്, ഓരോ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഡെവലപ്മെന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കേവലം ഒരു നമ്പർ അല്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കാം, ഓരോ പോയിന്റ്സ് വൈസ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ക്വാളിറ്റി കൺസിസ്റ്റ് ഓഫ് doing those things necessary to meet and exceed the needs and expectations of those we serve and doing those right things right every time. Okay, അപ്പൊ എന്താ പറയുന്നത്? ഇനി ഗുണനിലവാരം എന്നത് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ സേവിക്കുന്നവരുടെ ആവശ്യങ്ങളും പ്രതീക്ഷകളും നിറവേറ്റുന്നതിനും മറികടക്കുന്നതിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും ഓരോ തവണയും ആ ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്വാളിറ്റി എന്ന് പറഞ്ഞാല് നമ്മൾ സേവിക്കുന്നവരുടെ ആവശ്യങ്ങള്, നമ്മളിപ്പോ ഹോസ്പിറ്റലിലാകുമ്പോ എന്താണ്, പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, അവരുടെ നീഡ്സ് വാണ്ട്സ് അനുസരിച്ചുകൊണ്ട് അവർക്ക് പ്രതീക്ഷകള്, അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സർവീസ് നമ്മൾ അവിടെ കൊടുക്കണം അല്ലെ. അതാണ് ക്വാളിറ്റി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? സേവിക്കുന്നവരുടെ ആവശ്യങ്ങളും പ്രതീക്ഷകളും നിറവേറ്റുന്നതിനും മറികടക്കുന്നതിനും ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഓരോ തവണയും ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ എന്താ മെയിൻ ചെയ്യുന്നത്? നമ്മള് പേഷ്യൻസിന് കൊടുക്കുന്ന ക്വാളിറ്റി, അവരുടെ നീഡ്സ്, അവരുടെ ആവശ്യങ്ങളും വാൻസുകളും അനുസരിച്ച് വേണം ഓരോ കാര്യങ്ങളും, അവരുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് വേണം അവർക്ക് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അതാണ് ക്വാളിറ്റി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്.
ഇനി എന്താണ്? എൻഷുവേഴ്സ് കൺഫോർമിറ്റി ടു റിക്വയർമെന്റ്സ്. എന്താണ്? ആവശ്യാനുസരണം നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും അവർക്ക് ഉറപ്പ് വരുത്തണം. ഓക്കെ, അതെന്താണ്? ക്വാളിറ്റി ആണ് അല്ലെ. ഇനി ക്വാളിറ്റി സിംപ്ലിസ് കേട്ടോ. ഓക്കെ, അപ്പോ എന്താണ് പറയുന്നത്? ക്വാളിറ്റി simplistically means that a product should meet one's requirements. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗുണനിലവാരം, ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ഉൽപ്പന്നം ഒരാളുടെ ആവശ്യകതകൾ നിറവേറ്റണം എന്നുള്ളതാണ് അല്ലെ. ഒരാളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് ആ പ്രൊഡക്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ ആ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഒരാളുടെ ആവശ്യങ്ങൾ അനുസരിച്ച്, നീഡ്സ് അനുസരിച്ച്, വാണ്ട്സ് അനുസരിച്ച് വേണം അയാൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ വേണം നമ്മള് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഗുണനിലവാരം എന്നാല് ഒരു ഉൽപ്പന്നം ഒരാളുടെ ആവശ്യകതകള് നിറവേറ്റണം എന്നതാണ്. ഇനി എന്താണ്? ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് എ ഗുഡ് ഇന്റൻഷൻ, എഫേർട്ട്, ഇന്റലിജന്റ് തിങ്കിങ് ആൻഡ് സ്കിൽഫുൾ എക്സിക്യൂഷൻ. ഇവിടെ പറയുന്നത് എന്താണ്? നല്ലൊരു ഉദ്ദേശത്തിന്റെയും പരിശ്രമത്തിന്റെയും ബുദ്ധിപരമായ ചിന്തയുടെയും നൈപുണ്യമുള്ള നിർവഹണത്തിന്റെയും ഫലമാണ് ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലെ. നമ്മളൊരു എന്താണ് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ഒരാൾക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ, നമുക്കറിയാം ഹോസ്പിറ്റലിൽ നമ്മളൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താണ് അതൊരു ഉദ്ദേശിക്കുന്നത് അല്ലെ. ആ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ പല നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉണ്ടാവണം അല്ലെ, ഹെൽത്ത് കണ്ടീഷൻ ബെറ്റർ ആവണം, അങ്ങനെയുള്ള ഒരു ഉദ്ദേശം ഉണ്ടാവണം. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു പുതിയൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പുതിയൊരു സർവീസ് ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ ബാക്കിൽ എന്താണ്? കഠിനമായ പരിശ്രമങ്ങൾ ഉണ്ടാവും അല്ലെ. പരിശ്രമങ്ങള്, അതുപോലെ തന്നെ ബുദ്ധിപരമായിട്ടുള്ള ചിന്തകള് അല്ലെ. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെ വേണം, ഏതൊക്കെ മരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് എന്താണ് റിലീസ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ റിലീഫ് ഉണ്ടാവുള്ളൂ അല്ലെ. നല്ല രീതിയിൽ എങ്ങനെയാണ് രോഗം മാറുന്നത്, അപ്പൊ എങ്ങനെ നമ്മൾ ചിന്തിച്ച്, ഓരോ ഡോക്ടേഴ്സ്മാരും പല വിദഗ്ധന്മാരാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ബുദ്ധിപരമായിട്ടുള്ള നൈപുണ്യങ്ങളും സ്കിൽസുകളും ഉള്ള ആളുകളായിരിക്കും. അങ്ങനെയുള്ള അവരുടെ സർവീസുകൾ എന്ന് പറയുന്നത് എന്താണ്? നല്ല രീതിയിൽ രോഗം മാറുന്നത് ഉദ്ദേശങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ പല പരിശ്രമങ്ങൾ ഉണ്ടാവും അവരുടെ പിന്നില്. അതുപോലെ തന്നെ എന്താണ്? നല്ല രീതിയിലുള്ള സ്കിൽസുകളും നമ്മള് അതിൽ കൊടുത്തിട്ട് വേണം ഓരോ ക്വാളിറ്റിയും ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ക്വാളിറ്റി ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളായാലും ഏതൊരു സർവീസ് ആയാലും പ്രൊവൈഡ് ചെയ്യുന്നതിന് അതിന് പിന്നിൽ കുറെ കാര്യങ്ങൾ അല്ലെ, സ്കിൽസുകളായാലും അതുപോലെ തന്നെ എന്താണ് ഉദ്ദേശങ്ങൾ ഉണ്ടാവും, പരിശ്രമങ്ങളും അതിന്റെ പിന്നിൽ ഉണ്ടാകുന്നുണ്ട്. ഇനി എന്താണ്? ക്വാളിറ്റി ഈസ് ദ ഇൻഹറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റീവ് ആട്രിബ്യൂട്ട് ദാറ്റ് മേക്ക് ദ പ്രൊഡക്റ്റ് ഡിഫറെന്റ് ഫ്രം അതേഴ്സ്. ഇവിടെ പറയുന്നത് എന്താണ്? ഒരു പ്രൊഡക്റ്റിന്റെ സ്വഭാവ സവിശേഷതകൾ അല്ലെ, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വഭാവ സവിശേഷതകള്. അതുപോലെ ഡിസ്റ്റിങ്ക്റ്റീവ് ആട്രിബ്യൂട്ട് എന്താണ്? ഒന്നിനെ മറ്റൊന്നതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്, അതാണ് ഡിസ്റ്റിങ്ക്റ്റീവ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ദാറ്റ് മേക്ക് പ്രൊഡക്റ്റ് ഡിഫറെന്റ് ഫ്രം അതേഴ്സ്. അപ്പോ ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഗുണങ്ങള്, അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? സ്വഭാവ സവിശേഷതകളാവാം, അതുപോലെ തന്നെ ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതാവാം അതിന്റെ ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇല്ലേ. ഇപ്പൊ ഒരു രണ്ട് ഫോൺ എടുക്കാൻ നമുക്ക്, രണ്ടൊരു എന്താണ് ഒരു ഐഫോൺ ഉണ്ട്, അതുപോലെ തന്നെ ഒരു റിയൽമി ഫോൺ ഉണ്ട്. അപ്പൊ എന്താണ്? ഐഫോണിൽ നമുക്കറിയാം എന്ത് പല പല ഫങ്ഷൻസ് ഉണ്ടാവും അല്ലെ. ഈ റിയൽമിയിലുള്ള അല്ലെങ്കിൽ റിയൽമിയിലുള്ള ഫങ്ഷൻസ് ആയിരിക്കില്ല. നല്ല രീതിയിലുള്ള ക്യാമറകള്, നല്ല പുതിയ പുതിയ ഫീച്ചേഴ്സുകൾ അല്ലെ. അപ്പൊ എന്താണ്? മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതാണ് അല്ലെ ഐഫോൺ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു പ്രൊഡക്റ്റ് ആയാലും എന്താണ്? മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതാണ് അതിന്റെ ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മള് ക്ലിയർ ആയില്ലേ? ഇനി എന്താണ്? The product and the services should be
essentially free from the defective or by the become cost effective. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളൊരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സർവീസ് ആയിക്കോട്ടെ, ഇപ്പൊ യാതൊരു വിധത്തില് ഡിഫക്ട്സുകൾ അല്ലെ, ഡിഫക്ട്സുകളും ഇല്ലാത്ത രീതിയിലായിരിക്കണം ആളുകൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇല്ലേ? ഒരു സർവീസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഒരു ഡിഫക്ട്സ് ഇല്ലാതെ നല്ല രീതിയിൽ ഒരു എന്താണ് എല്ലാ ഫീച്ചേഴ്സും അടങ്ങുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെന്ന് അല്ലെ. ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ? നല്ല രീതിയിൽ ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നല്ലേ. നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ ഇപ്പൊ ഒരു മെറ്റീരിയൽസ് വാങ്ങിക്കുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ഓൺലൈനിൽ നിന്നൊക്കെ അതിന്റെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന കളർ അതുപോലെ അത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഡെമോ ഒക്കെ കണ്ടിട്ട് നമ്മൾ വാങ്ങിക്കും. പക്ഷെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ചിലപ്പോൾ നല്ലതായിരിക്കാം, ചിലപ്പോൾ എന്താണ് കളർ ചെയ്തിരുന്നാവാം, അല്ലെങ്കിൽ ക്വാളിറ്റി മെറ്റീരിയൽസ് ആയിരിക്കില്ല അല്ലെ. അപ്പൊ അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ ഒരു സർവീസ് ആയിക്കോട്ടെ, അത് നല്ല രീതിയിൽ ഡിഫക്റ്റുകൾ ഒന്നും ഇല്ലാതെ അനുയോജ്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന ആ പൈസയ്ക്ക് അതുണ്ട് എന്ന് നമ്മൾ നോക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് അതുണ്ട് എന്ന് നമ്മൾ നോക്കുന്നുണ്ട് അല്ലെ. അതിന്റെ മൂല്യം നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ എന്താണ് പറയാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, യാതൊരുവിധ ഡിഫക്റ്റുകളും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മള് പ്രൊഡക്റ്റുകളായാലും സർവീസുകളായാലും ആളുകളിലേക്ക് പ്രൊവൈഡ് ചെയ്യും. അതാണ് അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഓൾ ഡയമെൻഷൻസ് ലൈക്ക് accessibility, appropriateness, continuity, effectiveness and must be quality. ഇവിടെ പറയുന്നത് ലഭ്യത, accessibility, ലഭ്യത, appropriateness എന്താണ്? അനുയോജ്യത, അതുപോലെ കണ്ടിന്യൂറ്റി, തുടർച്ച, effectiveness എന്ന് പറഞ്ഞാൽ എന്താണ്? ഫലപ്രാപ്തി അല്ലെ, തുടങ്ങിയ എല്ലാ ഡയമെൻഷൻസും ഗുണനിലവാരത്തിൽ ഉണ്ടായിരിക്കണം അല്ലെ. ഈ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം ആർക്ക്? ക്വാളിറ്റിക്ക്. അല്ലെങ്കിൽ സർവീസ്, നമ്മളൊരു സർവീസോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോഴും കറക്റ്റ് ആയിട്ടുള്ള ആക്സസിബിലിറ്റി ഉണ്ടാവണം, അപ്രോപ്രിയേറ്റ്നെസ്, കണ്ടിന്യൂറ്റി, ഫലപ്രാപ്തി, എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയുള്ളൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്വാളിറ്റി സർവീസ് ആയിരിക്കണം ആളുകളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഈ ഡയമെൻഷൻസ് എന്തായാലും എന്തുണ്ടാവണം? ഇവിടെ നിലവാരത്തിന് ഉണ്ടായിരിക്കണം. മനസ്സിലായോ? accessibility, appropriateness, continuity, effectiveness. ഈ 4 ഡയമെൻഷൻസ് ഗുണനിലവാരത്തിൽ ഉള്ളതായിരിക്കണം. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഇത്രയും വരെ ഇതിൽ നോക്കേണ്ടത് നമ്മൾ ആ പാരഗ്രാഫ് പറഞ്ഞ കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് കേട്ടോ. ഇയേഴ്സ് നോക്കാം, പല പല ഇയേഴ്സുകൾ ഉണ്ട്. അതുപോലെ തന്നെ ക്വാളിറ്റി, TQM എന്നുള്ളത് വായിച്ചു നോക്കാം. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ് എന്നുള്ളത് ചോദിക്കാം. ഓക്കെ, വായിച്ചു നോക്കാം ഇത്രയും കാര്യങ്ങൾ.
ഓക്കെ, ഇനി ക്വാളിറ്റിയുടെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, അത് നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. According to the Joint Commission on Accreditation of a Healthcare Organization, JCAHO. Okay. അപ്പോ അവര് പറയുന്നത് എന്താണ്? Quality is defined as the degree to which the health services to consumers increase the likelihood to desired health outcomes and are consistent with the current professional knowledge. എന്താണ് ഇവിടെ ക്വാളിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്? ഉപഭോക്താക്കൾക്കുള്ള ആരോഗ്യ സേവനങ്ങള് എത്രത്തോളം ആവശ്യമുള്ള ആരോഗ്യ ഫലങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നതും നിലവിലെ പ്രൊഫഷണൽസിന്റെ നോളജുമായിട്ട് പൊരുത്തപ്പെടുത്താവുന്നതാണ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ക്വാളിറ്റി കൊണ്ട് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഉപഭോക്താക്കൾക്ക് അല്ലെ, അവിടെ കൊടുക്കുന്ന പേഷ്യൻസിന്, ഒരു ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ കൊടുക്കുന്ന രോഗികൾക്കാണ് നമ്മൾ സർവീസ് കൊടുക്കുന്നത്. അപ്പൊ അവരുടെ ആരോഗ്യ സേവനങ്ങൾ എത്രത്തോളം ആവശ്യമുള്ളത്, എന്താണ് രോഗികളുടെ ആവശ്യങ്ങൾ അനുസരിച്ച്, നീഡ്സ് അനുസരിച്ച് വേണം നമ്മള് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് അല്ലെ. അതെങ്ങനെ കൊടുക്കണം? നല്ല രീതിയിൽ ക്വാളിറ്റിയോടെ, നിലവാരത്തോട് കൂടിയിട്ട് വേണം നമ്മൾക്ക് എന്ത് കൊടുക്കാനായിട്ട്, നല്ല സർവീസുകൾ രോഗികൾക്ക് കൊടുക്കാനായിട്ട് അല്ലെ. അപ്പൊ അങ്ങനെ ആരോഗ്യ ഫലങ്ങൾ, അവർക്ക് ആവശ്യമുള്ള ആരോഗ്യ ഫലങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നതും നിലവിലെ പ്രൊഫഷണൽ അറിവുമായിട്ട് പൊരുത്തപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നല്ല രീതിയിൽ രോഗികൾക്ക് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് സർവീസുകൾ, ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള സർവീസുകൾ വേണം കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ അവിടെയുള്ള പ്രൊഫഷണൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രൊഫഷണൽസ്, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് എന്താണ്? ആരൊക്കെ ആയിരിക്കാം? ഡോക്ടേഴ്സ്, നഴ്സുമാര് അല്ലെ, മറ്റ് സ്റ്റാഫുകൾ അല്ലെ. ക്വാളിറ്റി കെയർ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കും അവരുടെ നോളജും അതിലടങ്ങിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് ദ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. ഓക്കെ, ISOന്റെ ഫുൾ ഫോം ആണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. ചോദിക്കാവുന്നതാണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, എന്താണ് ഇവര് ക്വാളിറ്റിയെ പറ്റി പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ? ISO defines the quality as the totality of features and characteristics of these services that bear on its ability to satisfy the stated and implied needs of the patients. Okay, ഇവിടെ പറയുന്നത് രോഗികളുടെ എന്താണ് പ്രഖ്യാപിതവും സൂചിതവുമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു സേവനത്തിന്റെ കഴിവിനെ ബാധിക്കുന്ന സവിശേഷതകളുടെ ആകെ തുക, അതിനെയാണ് നമ്മൾ ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെയും എന്താ പറയുന്നത്? എന്താണ് ഈ രോഗികൾക്ക് എന്താവശ്യമാണ്? നല്ല രീതിയിലുള്ള ക്വാളിറ്റി കെയർ കൊടുക്കാനായിട്ട് അല്ലെ. ക്വാളിറ്റി കെയർ ഹോസ്പിറ്റലിൽ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല രീതിയിലുള്ള കെയർ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പോ നല്ല രീതിയിലുള്ള കെയർ കിട്ടുകയാണെങ്കിൽ അവർ വീണ്ടും ആ ഹോസ്പിറ്റലിലോട്ട് വരാനായിട്ട് ഇടവരുന്നുണ്ട്. അതർവൈസ് ആണെങ്കിലോ, ഇല്ലെങ്കിലോ അവര് അവിടെ നിന്ന് പോലെ മറ്റു ഹോസ്പിറ്റലിലേക്ക് ചികിത്സ തേടാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വരുന്ന, നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട്, ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്ത് കൊടുക്കണം? സേവനങ്ങൾ കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹോസ്പിറ്റലുകളിൽ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? രോഗികളുടെ പ്രഖ്യാപിതവും അവരുടെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് വേണം നമ്മൾ എന്ത് കൊടുക്കാനായിട്ട്? സേവനങ്ങള്, ക്വാളിറ്റിയുള്ള സർവീസുകൾ കൊടുക്കാനായിട്ട്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് രോഗികളുടെ പ്രഖ്യാപിതവും സൂചിതവുമായിട്ടുള്ള ആവശ്യങ്ങള് നിറവേറ്റാനുള്ള ഒരു സേവനത്തിന്റെ കഴിവിനെ ബാധിക്കുന്ന. ഇനി ഇങ്ങനെയുള്ള സേവനങ്ങൾ കൊടുക്കാനായിട്ട് എന്തൊക്കെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ വേണ്ടതായിട്ട് വരുന്നുണ്ട് സർവീസ് കൊടുക്കാനായിട്ട്? ഓക്കെ, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സേവനത്തിന്റെ കഴിവിനെ ബാധിക്കുന്ന സവിശേഷതകളും ക്യാരക്ടറിസ്റ്റിക്സിന്റെയും സ്വഭാവ സവിശേഷതകളുടെ ആകെ തുക, അതിനെയാണ് ക്വാളിറ്റിയിൽ ഇവര് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്.
ഇത്രയും ചിന്തിക്കാനുള്ളൂ. രോഗികൾക്ക്, നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് നമ്മൾ ക്വാളിറ്റിയോട് കൂടിയിട്ട് അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച്, അവരുടെ റിക്വയർമെന്റ്സ് അനുസരിച്ചുകൊണ്ട് ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യാം. നല്ല രീതിയിൽ ആവശ്യങ്ങൾ അനുസരിച്ചുകൊണ്ട് കെയർ കൊടുക്കണം. ഇനി എന്താണ്? എ മെഷേഴ്സ് ഓഫ് എക്സലൻസ് ഓർ എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് free from defects, deficiencies and significant variations. Quality is the totality of features and characteristics of the product or services that bears its ability to satisfy stated or implied needs. ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മെഷേഴ്സ് ഓഫ് എക്സലൻസ് ആണ് അല്ലെ. മെഷേഴ്സ് ഓഫ് എക്സലൻസ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. മികവിന്റെ അളവുകോല്, മികവിന്റെ അളവുകോൽ അല്ലെങ്കിൽ എന്താണ്? പോരായ്മകൾ അല്ലെ, ഡിഫക്ട്സുകള്, കാര്യക്ഷമമായിട്ടുള്ള വ്യതിയാനങ്ങള് എന്നിവയിൽ നിന്ന് മുക്തമായിട്ടുള്ള അവസ്ഥ, അതിനെയാണ് പറയുന്നത് എന്ത്? ക്വാളിറ്റി എന്ന് കേട്ടോ. അതുപോലെ തന്നെ ക്വാളിറ്റി എന്താണ്? ക്വാളിറ്റി ഈസ് ദ ടോട്ടലി ഓഫ് ദ ഫീച്ചേഴ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പ്രൊഡക്റ്റ് ഓർ സർവീസസ് ദാറ്റ് ബിയേർഡ് ഇറ്റ്സ് എബിലിറ്റി ടു സാറ്റിസ്ഫൈ സ്റ്റേറ്റഡ് ആൻഡ് ഇംപ്ലൈഡ് നീഡ്സ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം. എന്താണ് ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്? ഗുണനിലവാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഒരു ഉൽപ്പന്നത്തിന്റെയോ സേവനത്തിന്റെയോ പ്രഖ്യാപിത അല്ലെങ്കിൽ സൂചിത ആവശ്യങ്ങള് നിറവേറ്റാനുള്ള കഴിവ് വഹിക്കുന്ന സവിശേഷതകളും സവിശേഷതകളുടെ ആകെ തുക, അതിനെയാണ് ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഒരു ഉൽപ്പന്നത്തിന്റെയോ അല്ലെങ്കിൽ ഒരു സേവനത്തിന്റെയോ പ്രഖ്യാപിത അല്ലെങ്കിൽ സൂചിത ആവശ്യങ്ങള് നിറവേറ്റാനുള്ള കഴിവ് വഹിക്കുന്ന സവിശേഷതകൾ അല്ലെങ്കിൽ സവിശേഷതകളുടെ ആകെ തുക, അതിനെയാണ് ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഒരു ഉൽപ്പന്നത്തിൽ നമുക്കൊരു പ്രൊഡക്റ്റ് എടുക്കാം. അപ്പൊ അതിന് എത്ര ഫീച്ചേഴ്സ് ഉണ്ട്? എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് അതിന് അടങ്ങിയിട്ടുള്ളത് അല്ലെ? നല്ല രീതിയിലുള്ള നമ്മൾ കൊടുക്കുന്ന മൂല്യത്തിന് ആ പ്രൊഡക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ റാങ്കിങ് നല്ലതാണ് അല്ലെ? അതിന്റെ വില നമുക്ക് സാധാരണക്കാരന് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള എല്ലാ സവിശേഷതകളും അടങ്ങിയിരിക്കുന്നതാണ് എന്ത്? അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇല്ലേ? അതുപോലെ തന്നെ ഒരു സേവനം, ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഒരു സർവീസ് എന്താണ് സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലായിരിക്കാം അല്ലെ? അതുപോലെ തന്നെ ആ സർവീസ് കൊടുത്ത് എന്താണ് അവിടെ വരുന്ന പേഷ്യൻസിന് അത് നല്ല രീതിയിൽ എന്താണ് അഫോർഡബിൾ ആയിരിക്കാം. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ പെട്ടെന്ന് അസുഖം മാറുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താണ്? ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അതൊക്കെ അടങ്ങുന്ന അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിനെയാണ് ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഒരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വാളിറ്റി നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്നത് അത്രയേ ഉള്ളൂ. ഒരു പ്രൊഡക്റ്റിന്റെയോ ഒരു ക്വാളിറ്റി ഒരു സർവീസിന്റെയോ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ആകെ തുക, അതിനെയാണ് ക്വാളിറ്റി കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാക്കി എടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ക്വാളിറ്റി എന്താണ്? അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ക്വാളിറ്റി ഈസ് totality of features and characteristics of the product or services that bears its ability to satisfy stated or implied needs. ഓക്കെ, നമ്മളൊരു പ്രൊഡക്റ്റിന്റെ ഒരു ഉൽപ്പന്നത്തിന്റെയോ സേവനത്തിന്റെയോ പ്രഖ്യാപിത അല്ലെങ്കിൽ സൂചിത ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവ് വഹിക്കുന്ന സവിശേഷതകളും സവിശേഷതകളുടെ ആകെ തുക, അതിനെയാണ് ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രൊഡക്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ എല്ലാ ഫീച്ചേഴ്സും നോക്കാം. എന്താണ്? റാപ്പിംഗ് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ മെറ്റീരിയൽസ് എങ്ങനെയുണ്ട്, ക്വാളിറ്റി ഉള്ളതാണോ, അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണോ, അതെന്താണ് അഫോർഡബിൾ ആണോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്ക് യോജിച്ചതാണെങ്കിൽ അല്ലെ, എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് യോജിച്ചതാണെങ്കിൽ നമുക്ക് എന്താണ് അതിന് ക്വാളിറ്റി ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. അതിനെയാണ് ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, വായിച്ചു നോക്കിയാൽ ഡെഫിനിഷൻ.
ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. 7 dimensions of service quality. ഓക്കെ, ഒന്നാമത്തെയാണ് എന്ത്? ടൈം ആൻഡ് ടൈംലിനെസ്. അപ്പൊ 7 dimensions ഉണ്ട്. രണ്ടാമത്തെയാണ് എന്ത്? കംപ്ലീറ്റ്നെസ്. മൂന്നാമത്തെ courtesy. നാലാമത്തെ കൺസിസ്റ്റൻസി. അതുപോലെ അഞ്ചാമത്തെ അവൈലബിലിറ്റി ആൻഡ് കൺവീനിയൻസ്. ആറാമത്തെയാണ് ആക്യുറസി. ലാസ്റ്റ് വന്നാണ് റെസ്പോൺസീവ്നെസ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡയമെൻഷൻ ആണ് ടൈം ആൻഡ് ടൈംലിനെസ്. എന്താണ്? സമയവും അതുപോലെ സമയബന്ധിതവും. ടൈംലിനെസ് എന്ന് പറഞ്ഞാല് സമയബന്ധിതം. ഓക്കെ, അതിന്റെ ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. കൺസ്യൂമർ വെയിറ്റിംഗ് ടൈം ഓൺ ദി ടൈം കംപ്ലീഷൻ. അപ്പൊ എന്താണ്? ഉപഭോക്താവ് അല്ലെ, കസ്റ്റമേഴ്സ്, അതിന്റെ കാത്തിരിപ്പ് സമയം എന്ന് പറയുന്നത് അല്ലെ, കാത്തിരിപ്പ് സമയമാണ് ടൈം എന്ന് പറയുന്നത് അല്ലെ. ഇനി സമയബന്ധിതമായിട്ടല്ലേ, എന്താണ്? ഓൺ ടൈം കംപ്ലീഷൻ. കൃത്യസമയത്ത് അവർക്ക് സർവീസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതാണ് കൺസ്യൂമർ വെയിറ്റിംഗ് ടൈം ഓൺ ടൈം കംപ്ലീഷനിൽ പറയുന്നത്. ഓക്കെ, ഉപഭോക്താവിന്റെ കാത്തിരിപ്പ് സമയം, അതുപോലെ തന്നെ കൃത്യസമയത്ത് ഓൺ ടൈം കംപ്ലീഷൻ, കൃത്യസമയത്ത് സർവീസ് അവർക്ക് കൊടുത്തിരിക്കണം. ഇനി എന്താണ് പറയുന്നത്? കംപ്ലീറ്റ്നെസ് അല്ലെ, പൂർണ്ണത. കംപ്ലീറ്റ്നെസ് എന്ന് പറഞ്ഞാല് പൂർണ്ണത. എന്താണ്? കസ്റ്റമേഴ്സ് ഗെറ്റ് ഓൾ ദേ ആസ്ക് ഫോർ. എന്താണ്? ഉപഭോക്താവ് അവർ ആവശ്യപ്പെടുന്നതെല്ലാം ലഭിക്കണം. അവർക്ക് അവരുടെ നീഡ്സ് അനുസരിച്ച് അല്ലെങ്കിൽ എന്താണ് വാൻസ് അനുസരിച്ച് അവർക്ക് എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്തു കൊടുക്കണം അല്ലെ. ഒരു ക്വാളിറ്റിയുള്ള സർവീസ് വേണം ആളുകൾക്ക് കൊടുക്കാനായിട്ട്. അതാണ് പൂർണ്ണത. പൂർണ്ണത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപഭോക്താക്കൾക്ക്, കസ്റ്റമേഴ്സിന്, പേഷ്യൻസിന് അവർ കൊടുക്കുന്ന, അവർ ആവശ്യപ്പെടുന്നതെല്ലാം അവിടെ നിന്ന് ലഭിച്ചിരിക്കണം. ആവശ്യപ്പെടുന്ന സർവീസുകൾ, അവരുടെ നീഡ്സ്, റൈറ്റ്സ്, അവർക്കുള്ള പേഷ്യൻസിനായ പല റൈറ്റ്സുകൾ ഉണ്ടല്ലേ, ആ റൈറ്റ്സ് അനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്ത് കൊടുത്തിരിക്കണം. ഇനി എന്താണ് courtesy എന്ന് പറഞ്ഞാല്? കടപ്പാട്. courtesy means കടപ്പാട്. എന്താണ്? ട്രീറ്റ്മെന്റ് ബൈ എംപ്ലോയീസ് അല്ലെ, ജീവനക്കാര്. അവിടെ കടപ്പാടിനത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രീറ്റ്മെന്റ് ബൈ എംപ്ലോയീസ്, അവിടെയുള്ള ജോലി ചെയ്യുന്ന വർക്കേഴ്സ് അല്ലെ, ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും മറ്റു സ്റ്റാഫുകളായാലും നല്ല രീതിയിൽ ഒരു കടപ്പാടോട് കൂടിയിട്ട്, കടപ്പാടുണ്ടാവണം നമ്മൾ പറയാറുണ്ട് അല്ലെ. അവിടെ വരുന്ന പേഷ്യൻസിന് courtesy, കടപ്പാടോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് അവര് എന്താണ്, നല്ല രീതിയിലുള്ള വർക്ക്, നല്ല അവർക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു സമർപ്പിച്ച് കൊണ്ട് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു അല്ലെ. നമുക്കറിയാം നഴ്സുമാരൊക്കെ, നമ്മളുടെ ഇപ്പൊ നഴ്സുമാരെന്നൊക്കെ പറയുമ്പോ എന്താണ്, മാലാഖമാരാണെന്ന് പറയാറുണ്ട് അല്ലെ. അവര് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും, നമുക്കറിയാം ഡോക്ടേഴ്സിനെ കാട്ടി കൂടുതൽ ജോലി ചെയ്യുന്നത് ആരാണ്? നഴ്സുമാരാണ്. അവര് ഒരു മിനിറ്റ് ഇരിക്കാൻ പറ്റുമോ അവർക്ക്? ആണോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ, ഇല്ല, ഇരിക്കാൻ അല്ലെ, ഒരു മിനിറ്റ് ഒരു റെസ്റ്റ് പോലും അവർക്ക് കിട്ടുകയില്ല അല്ലെ. അപ്പോ അവരെന്താണ്, ഒരു നല്ല രീതിയിൽ അവരുടെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചേക്കാണ് പേഷ്യൻസിന് വേണ്ടിയിട്ട് അല്ലെ. സ്റ്റാഫ് നേഴ്സൊക്കെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്, എപ്പോഴും പേഷ്യൻസിനോട് കൂടിയിട്ട് നിൽക്കുന്ന, പേഷ്യൻസിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നവരാണ് എന്ത്, സ്റ്റാഫ് നേഴ്സുകൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ എന്നാൽ കടപ്പാടോട് കൂടിയിട്ട് അങ്ങനത്തെ രീതിയിൽ വേണം അവർക്ക് എല്ലാ കാര്യങ്ങളും രോഗികൾക്ക് ചെയ്തു കൊടുക്കാനായിട്ട്. ഇനി കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിരത. സ്ഥിരത എന്താണ് ഉദ്ദേശിക്കുന്നത്? അവരുടെ ഡെഫിനേഷൻ നോക്കി. സെയിം ലെവൽ ഓഫ് സർവീസ് ഫോർ ഓൾ കസ്റ്റമേഴ്സ്. എന്താണ്? ഇപ്പൊ പലതരത്തിലുള്ള കാസ്റ്റോ ഒരു ഡിസ്ട്രിബ്യൂഷനോ കൂടാതെ അല്ലെ, റൈസിന്റെ പേരിലോ അല്ലെങ്കിൽ എന്താണ് റിലീജിയസ് കാസ്റ്റിന്റെ പേരിലോ ഒന്നും ആൾക്കാരെ മാറ്റി നിർത്താതെ, അല്ലെങ്കിൽ എന്താണ് പല ആളുകളെ അല്ലെ, ഇപ്പൊ എന്താണ്, ഇപ്പൊ താഴ്ന്ന എന്താ പറയാ കാസ്റ്റ് ആവാം. അപ്പൊ അങ്ങനെയൊന്നും നമ്മള്
ആളുകളെ നമ്മൾ നോക്കി വേർതിരിക്കാതെ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് സ്ഥിരതനായിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എല്ലാവർക്കും ഈക്വലോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു കൊടുക്കണം, സേവനം ചെയ്തു കൊടുക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്ഥിരത, കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ലെവൽ ഓഫ് സർവീസസ് ഫോർ ഓൾ കൺസ്യൂമേഴ്സ്, കസ്റ്റമേഴ്സ്. അപ്പൊ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസ്. അപ്പൊ എല്ലാവരെയും ഒരുപോലെ തന്നെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ ആളുകൾക്ക് കൊടുക്കണം, സെയിം ലെവൽ ഈക്വൽ ആയിട്ട്. ഇനി എന്താ പറയുന്നത്, ആക്സസിബിലിറ്റി ആൻഡ് കൺവീനിയൻസ്, ഈസ് ഓഫ് obtaining services. ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞാല് ലഭ്യത, കൺവീനിയൻസ് എന്താണ്, സൗകര്യങ്ങൾ അല്ലെ. അപ്പോ അവിടെ കൊടുക്കുന്ന സർവീസ് സേവനം ലഭിക്കുന്നതിനുള്ള എളുപ്പം അല്ലെ, നല്ല രീതിയിൽ എളുപ്പത്തിലുള്ള സർവീസുകൾ അവിടെ ലഭ്യമാക്കി കൊടുക്കുക. അവർക്ക് ഏറ്റവും യോജിച്ച രീതിയിൽ ഏറ്റവും എളുപ്പത്തിൽ ഈസായിട്ട്, ഈസ് എന്ന് പറഞ്ഞാൽ എളുപ്പം, ഈസി ആയിട്ട് ഉള്ള സേവനങ്ങൾ അവിടെ ലഭ്യമാക്കി കൊടുക്കണം ആളുകൾക്ക്. ഇനി എന്താണ് ആക്യുറസി, ആക്യുറസി എന്ന് പറഞ്ഞാൽ കൃത്യത അല്ലെ, കൃത്യത എന്താണ്, പെർഫോംഡ് കറക്റ്റ്ലി എവറി ടൈം, എന്താണ് ഓരോ തവണയും കൃത്യമായിട്ടുള്ള പ്രകടനം വേണം നടത്താനായിട്ട്. മനസ്സിലായോ? ഓരോ തവണയും കൃത്യമായിട്ട് നമുക്കറിയാം, ഇപ്പൊ ഒരു പേഷ്യൻസ് വരുമ്പോ അവന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആ കറക്റ്റ് എക്സാക്ട് ടൈമിൽ നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ എക്സാക്ട് ടൈമില് കറക്റ്റ് ഡയഗ്നോസിസ് ചെയ്ത് കറക്റ്റ് എന്താണ് നമ്മൾ ട്രീറ്റ്മെന്റുകൾ കൊടുത്ത് കറക്റ്റ് ടൈമിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന് ചിലപ്പോൾ രക്ഷിച്ചെടുക്കാനായിട്ട് പറ്റും അല്ലെ. അപ്പോ അതാണ് പറയുന്നത്, കൃത്യമായിട്ടുള്ള സേവനങ്ങള് അക്യുറേറ്റ് ആയിട്ട് കൃത്യമായിട്ട് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. ഇനി റെസ്പോൺസീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രതികരണ ശേഷി അല്ലെ, പ്രതികരണ ശേഷി. റിയാക്ഷൻസ് ടു സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് ഓർ റിക്വസ്റ്റ്, എന്താണ് ഒരു പ്രത്യേക സാഹചര്യങ്ങളോടോ അല്ലെങ്കിൽ അഭ്യർത്ഥന, റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അഭ്യർത്ഥനകളോടോ ഉള്ള ഒരു പ്രതികരണം, അതാണ് റെസ്പോൺസീവ്നെസ് അല്ലെങ്കിൽ പ്രതികരണ ശേഷി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു പ്രത്യേക സാഹചര്യങ്ങളോടോ അല്ലെങ്കിൽ ചിലപ്പോ എന്താണ് പ്രത്യേക സാഹചര്യത്തിലൊക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അല്ലെങ്കിൽ ഇപ്പൊ അഭ്യർത്ഥന പ്രകാരം നമ്മൾ എന്താണ് പലരുടെയും അഭ്യർത്ഥന പ്രകാരം റെസ്പോണ്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, പ്രത്യേക സാഹചര്യങ്ങളോടോ അല്ലെങ്കിൽ അഭ്യർത്ഥനകളോടോ ഉള്ളൊരു പ്രതികരണം, അതാണ് റെസ്പോൺസീവ്നെസ്, പ്രതികരണ ശേഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഇത് എന്താണ് 7 ഡയമെൻഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ടൈം ആൻഡ് ടൈംലിനെസ്, അതിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. എന്താണ് കസ്റ്റമർ വെയിറ്റിംഗ് ടൈം, ഓൺ ടൈം കംപ്ലീഷൻ. ഇനി എന്താണ് കംപ്ലീറ്റ്നെസ് അല്ലെ, കംപ്ലീറ്റ്നെസ് പൂർണ്ണത. കസ്റ്റമേഴ്സ് ഗെറ്റ് ഓൾ ദേ ആസ്ക് ഫോർ, എന്താണ് ഉപഭോക്താക്കൾക്ക് അവർ ആവശ്യപ്പെടുന്നതെല്ലാം കറക്റ്റ് ആയിട്ട് ഒരു പൂർണ്ണതയിൽ കൊടുക്കുക. അതുപോലെ തന്നെ courtesy, കടപ്പാട്. ട്രീറ്റ്മെന്റ് ബൈ എംപ്ലോയീസ്, എന്താണ് ജീവനക്കാരുടെ ചികിത്സകൾ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളില് നല്ല രീതിയിലുള്ള ഒരു കടപ്പാടോട് കൂടിയിട്ട് വേണം നമ്മൾ ട്രീറ്റ്മെന്റുകൾ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാല് സ്ഥിരത, സെയിം ലെവൽ ഓഫ് സർവീസ് ഫോർ ഓൾ കസ്റ്റമേഴ്സ്, എന്താണ് നമ്മൾ പലരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ഈക്വൽ ആയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് തയ്യാറാവണം. ഇനി ആക്സസിബിലിറ്റി ആൻഡ് കൺവീനിയൻസ്, ലഭ്യത, അതുപോലെ തന്നെ സൗകര്യങ്ങള്, ഈസ് ഓഫ് ഒബ്റ്റെയിനിങ് സർവീസസ്, സേവനം ലഭിക്കുന്നതിനുള്ള ഒരു എളുപ്പം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി ആക്യുറസി എന്ന് പറഞ്ഞാൽ എന്താണ് കൃത്യത അല്ലെ, പെർഫോംഡ് കറക്റ്റ്ലി എവറി ടൈം, കറക്റ്റ് ആയിട്ട് എക്സാക്ട് ടൈമില് ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യണം. ഇനി എന്താണ് റെസ്പോൺസീവ്നെസ്, എന്താണ് പ്രതികരണ ശേഷി. റിയാക്ഷൻ ടു സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് ഓർ റിക്വസ്റ്റ്, എന്താണ് പ്രത്യേക സാഹചര്യങ്ങളോ അഭ്യർത്ഥനകളോടോ ഉള്ള ഒരു പ്രതികരണം, അതിനെയാണ് നമ്മൾ റെസ്പോൺസീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ 7 ഡയമെൻഷൻസ് തന്നെ ചോദിക്കാം കേട്ടോ ചിലപ്പോ. അപ്പോ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം, ടൈം ആൻഡ് ടൈംലിനെസ്, കംപ്ലീറ്റ്നെസ്, courtesy, കൺസിസ്റ്റൻസി, accessibility ആൻഡ് കൺവീനിയൻസ്, അതുപോലെ ആക്യുറസി, റെസ്പോൺസീവ്നെസ്. വായിച്ചെടുക്കേ.
ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ക്വാളിറ്റി റിക്വയർമെന്റ്സ്, ക്വാളിറ്റിയുടെ ആവശ്യകതകൾ എന്തൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് വൺ ആണ് സിസ്റ്റമാറ്റിസേഷൻ ഓഫ് QM. QM എന്ന് ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റി മാനേജ്മെന്റ് ആണ് കേട്ടോ. സിസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാല് എന്താണ്? വ്യവസ്ഥാപിതവൽക്കരണം. ഓക്കെ, വ്യവസ്ഥാപിതവൽക്കരണം അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥാപനത്തിനുള്ളില് ഗുണനിലവാരം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഘടനാപരവും അതുപോലെ നിലവാരമുള്ളതുമായിട്ടുള്ള ഒരു സമീപനം സ്ഥാപിക്കുന്ന ഒരു പ്രക്രിയയാണ് സിസ്റ്റമൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോ ക്വാളിറ്റി നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവിടെ എന്തൊക്കെ ആവശ്യമായിട്ട് വരും? എന്തൊക്കെയാണ്? ഇപ്പൊ ഗുണനിലവാര നയങ്ങള് അല്ലെ, പോളിസീസ്, അതിന്റെ ലക്ഷ്യങ്ങള്, എയിംസുകൾ നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യണം അല്ലെ. ക്വാളിറ്റി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അതിനുള്ള ഗുണനിലവാര നയങ്ങളായാലും അതുപോലെ ലക്ഷ്യങ്ങളായാലും നമ്മൾ നിർവചിക്കണം. ഇനി അതുപോലെ തന്നെ എന്താണ്? ഗുണനിലവാര തന്ത്രങ്ങള്, അതെന്താണ്? നടപടികള് നടപ്പിലാക്കാം, നിയന്ത്രിതമായിട്ടുള്ള നടപടികൾ നടപ്പിലാക്കണം. അതുപോലെ നമ്മള് അത് നടപ്പിലാക്കിയാൽ മാത്രം പോരാ, കറക്റ്റ് ആയിട്ട് അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ക്ലിയർ ആയിട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കണം അല്ലെ. അസസ്മെന്റ് ചെയ്യണം, നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും വേണം. ഇനി വിലയിരുത്തിയിട്ടാണ് നമ്മൾ എന്ത് നോക്കുന്നത്? എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ, ഇംപ്രൂവ്മെന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് വിലയിരുത്തലിലൂടെയാണ് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അല്ലെ, എന്താ പറഞ്ഞത്? ഒരു സ്ഥാപനത്തിനുള്ളിൽ വ്യവസ്ഥാപിതവൽക്കരണം എന്ന് പറഞ്ഞാല് സിസ്റ്റമാറ്റിസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു സ്ഥാപനത്തിനുള്ളില് ഗുണനിലവാരം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഘടനാപരവും നിലവാരമുള്ളതുമായിട്ടുള്ള ഒരു സമീപനം, അങ്ങനെയുള്ള പ്രക്രിയയാണ് നമ്മൾ വ്യവസ്ഥാപിതവൽക്കരണം എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നടപ്പിലാക്കേണ്ടത്? ഗുണനിലവാരത്തിന്റെ നയങ്ങള്, ലക്ഷ്യങ്ങള് നടപ്പിലാക്കണം, അതുപോലെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാം, അതുപോലെ തന്നെ അതിന്റെ ഗുണനിലവാര നിയന്ത്രിത നടപടികള് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അത്യാവശ്യമാണ്. ഇംപ്ലിമെന്റ് ചെയ്താൽ പോലത് കറക്റ്റ് ആയിട്ട് നമ്മൾ നിരീക്ഷിക്കണം, വിലയിരുത്തണം. വിലയിരുത്തി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് അല്ലെ, എന്തെങ്കിലും മെച്ചപ്പെടുത്തേണ്ടത് ഉണ്ടെങ്കിൽ നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് ഇതിൽ പറയുന്നത് വ്യവസ്ഥാപിതവൽക്കരണം ഇതിൽ പറയുന്നത്. മനസ്സിലായോ? സിസ്റ്റമാറ്റിസേഷൻ. ഇനി പറയുന്നത് ക്വാളിറ്റി ക്രൈറ്റീരിയ സപ്പോർട്ട് ക്വാളിറ്റി മാനേജ്മെന്റ്. എന്താണ് ക്വാളിറ്റി മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ക്വാളിറ്റി ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് ഉദ്ദേശിക്കുന്നത്. അവിടെ എന്താണ്? ഒരു ഗുണനിലവാര ക്രൈറ്റീരിയ അല്ലെ, ക്വാളിറ്റി ക്രൈറ്റീരിയ ഉപയോഗിക്കുന്നതിലൂടെ ഒരു സ്ഥാപനത്തിന് എന്താണ് തീരുമാനങ്ങൾ എടുക്കാനായിട്ട്, അതുപോലെ തന്നെ അത് മെച്ചപ്പെടുത്താനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗുണനിലവാര മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. അത് അസസ്മെന്റ് നടത്തി, അത് വിലയിരുത്തി, അതിന്റെ മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് മെച്ചപ്പെടുത്തുമ്പോൾ സ്ഥാപനത്തിന് ലക്ഷ്യങ്ങൾ ഉണ്ടാവാനായിട്ട് അല്ലെ, ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, മനസ്സിലായോ? ഇത്തരം വരെ എടുക്കുന്നുള്ളൂ. ഈ 2 പോയിന്റ്സ് ആണ് മിസ് എടുക്കുന്നത്. ഇത്ര വരെ എടുക്കുന്നുള്ളൂ. ഇത്ര വരെ ഓക്കെ ആണോ? നമ്മൾ പറഞ്ഞത് എന്താണ്? ക്വാളിറ്റിക്ക് വേണ്ടതായിട്ടുള്ള ആവശ്യകതകൾ എന്തൊക്കെയാണെന്നാണ് കേട്ടോ. വ്യവസ്ഥാപിതവൽക്കരണം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നല്ല രീതിയിൽ ഒരു സ്ഥാപനത്തിന്റെ ഗുണനിലവാരം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഘടനാപരമായതും അതുപോലെ തന്നെ നിലവാരമുള്ളതുമായിട്ടുള്ള ഒരു സമീപന പ്രക്രിയയാണ് വ്യവസ്ഥാപിതവൽക്കരണം എന്ന് പറയുന്നത്. അതിനുള്ള ഒരു ചെറിയ പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. എന്താണ്? ഗുണനിലവാര നയങ്ങള്, അതുപോലെ തന്നെ ലക്ഷ്യങ്ങൾ നിർവചിക്കണം, ഇംപ്ലിമെന്റ് ചെയ്യണം, അതുപോലെ തന്നെ എന്താണ്? നിയന്ത്രണ നടപടികൾ നടപ്പിലാക്കണം. അപ്പോ ഇങ്ങനെ നടപ്പിലാക്കിയാൽ മാത്രം പോരാ, ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ നിരീക്ഷിക്കുകയും അത് അസസ് ചെയ്യുകയും വേണം. ഇനി അസസ് ചെയ്യുന്നത് വഴി നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ഇംപ്ലിമെന്റ് ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ടോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും.
ഓക്കെ, ഇനി അതുപോലെ തന്നെ ക്വാളിറ്റി ക്രൈറ്റീരിയ സപ്പോർട്ട് ക്വാളിറ്റി മാനേജ്മെന്റ്. എന്താണ് ക്വാളിറ്റി മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്വാളിറ്റിയുടെ ക്രൈറ്റീരിയകൾ? അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഗുണനിലവാര ക്രൈറ്റീരിയ ഉപയോഗിക്കുന്നതിലൂടെ, ക്വാളിറ്റി ക്രൈറ്റീരിയാസ് ഉപയോഗിക്കുന്നതിലൂടെ സ്ഥാപനങ്ങൾക്ക് തീരുമാനങ്ങൾ, നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ടും എന്തെങ്കിലും നമ്മൾ മുൻഗണന കൊടുക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ടതുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നതിലൂടെ, നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനായിട്ട് സഹായിക്കും. ഓക്കെ ആണോ? ഇത്രയും വരെ നമുക്ക് എടുത്തു നിർത്താം. ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങള്? ഓക്കെ, താങ്ക് യു. ഇത്ര വരെ വായിച്ച് മനസ്സിലാക്കി വരാം കേട്ടോ.